ആദ്യം ആൻസൈറ്റിയിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഒരു ഡിപ്രസീവ് സ്റ്റേജ്, അതായത് ലൈഫിൽ എന്താണോ എക്സൈറ്റ് ചെയ്തത് ആ എക്സൈറ്റ്മെൻ്റ് എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ ഏർലി 20s അറിയാം, നമ്മുടെ നാടുകളിൽ കോളേജിലൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടൊക്കെ ആയിരിക്കും. പെട്ടെന്നായിരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതുപോലെ പ്രവാസ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മേ ബി ഒരു അനദർ 10 years കൂടി ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. അത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഏർലി 30s തന്നെ കാണാം ഇവർക്കൊരു ഒത്തിരി പ്രായം ചെന്ന ആളുകളുടെ കൂട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. ഒന്നെങ്കിൽ മദ്യപാനം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അഡിക്ഷനിലോട്ട് പോകും, അതല്ലെന്നുണ്ടെങ്കിൽ റൂമിൽ തന്നെ കുത്തിയിരിക്കാനുള്ള ഒരു താല്പര്യം, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഞാൻ ഇതാണോ എന്ന് പോലും അവർ തന്നെ അവരെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവർ പോകും. അവർക്ക് ഒന്നിനും താല്പര്യമില്ലാതെ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ എന്ന് പറയുന്നത് തന്നെ പ്ലെഷർ സീക്ക് ചെയ്യുന്നവരാണ് അല്ലേ? അത് നമ്മൾ എല്ലാ ഏരിയാസിലും നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും നമ്മുടെ ഹെൽത്തും എൻ്റർടൈൻമെൻറ്റും എല്ലാം ബാലൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കതൊരു ലൈഫ് ആവുന്നത്. ഇതൊന്നുമില്ല, ജോലിയായിരിക്കും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റീനെ. ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഓഫീസിലുണ്ടായ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും ഇന്ന് എൻ്റെ മൂഡ്. ഇന്ന് എൻ്റെ മാനേജർ എന്നോട് വഴക്ക് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ വൈകിട്ട് ഞാൻ ഡിന്നർ കഴിക്കില്ല, അല്ലെങ്കിൽ പുറത്തൊന്ന് കടയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ ഇന്ന് എനിക്ക് മൂഡില്ല, ഇന്ന് എൻ്റെ ഓഫീസിലെ ആ ചോറ മാനേജർ എന്നോട് ഇന്നിങ്ങനെയൊക്കെ സംസാരിച്ച് എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊയ്ക്കോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ ബിഹേവിയർ. അപ്പോൾ അവരുടെ ജോലിനെ ഡിഫൈൻ ചെയ്യും അവരുടെ പേഴ്സണാലിറ്റി. അതിൽ കൂടെ അവരുടെ ഐഡൻറ്റിറ്റി ആണല്ലോ നഷ്ടപ്പെടുന്നത്.